ഓക്കെ. സോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് ലാബിൻ്റെ പീരീഡ് ഉണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ചൊരു ടോപ്പിക്കാണ് എയർ വെഡ്ജ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ തിയറി ഒന്നും കാര്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഇന്നലെ പഠിച്ചാണ്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ 2 മണിയാകുമ്പോൾ കയറുക, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന്. ഓക്കെ. സോ പ്രസൻറ്റേഷൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, വോയിസിലൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തിൻ ഫിലിമിൽ തുടങ്ങി, തിൻ ഫിലിമിൻ്റെ കുറച്ചും കൂടെ ഒരു ആപ്ലിക്കേഷനായ എയർ വെഡ്ജ് ഡിസ്കസ് ചെയ്തു. എന്താണ് എയർ വെഡ്ജ് അപ്പാരറ്റസ്, അതിലെങ്ങനെയാണ് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് കിട്ടുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും ഫ്രിഞ്ചസിന്, കൂടാതെ തന്നെ ആ ഫ്രിഞ്ചസ് വെച്ച് നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. 2 കാര്യങ്ങൾ പഠിച്ചല്ലേ. ഒന്നായത് നമുക്ക് വേണമെങ്കിൽ വേവ് ലെങ്ത് കണ്ടെത്താൻ പറ്റും, സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു തിൻ വയറിൻ്റെ ഡയമീറ്റർ കണ്ടെത്താൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഗ്ലാസ് പ്ലേറ്റ് ഒപ്റ്റിക്കലി പ്ലെയിൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ എയർ വെഡ്ജ് എക്സ്പെരിമെൻറ്റിനോട് പറ്റും. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ന്യൂട്ടൺസ് റിങ്സ് അപ്പാരറ്റസ്. എന്താണ് ന്യൂട്ടൺസ് റിങ്സ് അപ്പാരറ്റസ്? സിംപിളി നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു പ്ലേനോ കോൺവെക്സ് ലെൻസ്, നമ്മൾ കോൺവെക്സ് ലെൻസ് കണ്ടിട്ടുണ്ടാകും. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ബൾജായിട്ടിരിക്കുന്ന ഒരു ലെൻസ് ആയിരിക്കും. പക്ഷേ ഒരു സൈഡിൽ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ലെൻസിന് ഒരു സൈഡിൽ പ്ലെയിൻ ആയിട്ടും മറ്റേ സൈഡിൽ കോൺവെക്സ് സൈസിൽ ഇരിക്കുന്ന ലെൻസിനെ പറയുന്ന പേരാണ് ഇത് പ്ലേനോ കോൺവെക്സ് ലെൻസ്. So, if a plano convex lens is placed above a glass plate, ഒരു പ്ലേനോ കോൺവെക്സ് ലെൻസ് ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സച്ച് ആൻ അപ്പാരറ്റസ് അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെന്റ്. ഓക്കെ. വാട്ട് ഇഫ് ഇൻസിഡന്റ് ലൈറ്റ്, നമ്മൾ ഇതിന്റെ മുകളിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് എന്ത് സംഭവിക്കും? ഓക്കെ. എക്സ്പെരിമെന്റിൽ ഇൻ റിയൽ ലൈഫ് നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കോൺസെൻട്രേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ്. അൾട്ടർനേറ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആൻഡ് ഇതിന്റെ ഒരു 3 ഡയമെൻഷണൽ പിക്ചറാണ്. അടിയിൽ ഇതിന്റെ ഒരു ന്യൂട്ടൺസ് റിങ്സ് അപ്പാരറ്റസിന്റെ ഒരു ക്രോസ് സെക്ഷണൽ സൈഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗർ 1 ഈ രണ്ടാമത്തെ അടിയിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ ഇതിന്റെ ഒരു മോളിൽ നിന്നുള്ള ഒരു കുറച്ചും കൂടി 3 ഡയമെൻഷണൽ വ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാൻ പറ്റും. സോ നമ്മൾ എക്സ്പെരിമെന്റിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അപ്പാരറ്റസിൽ നോർമലി ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ്? അതിൻ്റെ പിന്നിലെ ഫിസിക്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രിൻസിപ്പിൾ എന്താണ്? സോ അതിൻ്റെ പിന്നിലെ പ്രിൻസിപ്പിൾ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്റർഫറൻസ് ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന മുഴുവൻ ഇന്റർഫറൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ mainly the main principle behind this is the interference of light waves. So how interference happens here? എന്നിട്ട് എങ്ങനെയാണ് കോൺസിക്യൂട്ടീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം, ഇവിടെ എവിടെയാണ് തിൻ ഫിലിം ഉള്ളത്? അത് തിൻ ഫിലിം ഇന്റർഫറൻസ് ആണല്ലോ ഇവിടെ ന്യൂട്ടൺസ് റിങ്സ് തരുന്നത് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ എവിടെയാണ് തിൻ ഫിലിം? സോ ബിറ്റ്വീൻ ദിസ് ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് പ്ലേനോ കോൺവെക്സ് ലെൻസ് ദിസ് വോളിയം ഇസ് കവേർഡ്. ഞാൻ ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന വോളിയം കവർ ചെയ്യുന്നത് എന്താണ്? ഹെയർ ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് റിയൽ ലൈഫിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്ത് ഒരു പ്ലേനോ കോൺവെക്സ് ലെൻസ് എടുത്ത് അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു ചെറിയ വോളിയം ഉണ്ടാവുമല്ലോ, ഒരു ചെറിയ തിൻ വോളിയം ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കവേർഡ് ബൈ എയർ. അത് കവർ ചെയ്യുന്നത് നോർമലി എയർ ആയിരിക്കും. ആൻഡ് ദാറ്റ് എയർ ക്രിയേറ്റ്സ് എ തിൻ ലെയർ, അല്ലെങ്കിൽ ഒരു തിൻ ഫിലിം ക്രിയേറ്റ് ചെയ്യുകയാണ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് എ തിൻ ഫിലിം ഓഫ് എയർ ഇൻ ബിറ്റ്വീൻ. ഇതൊരു സൈഡ് വ്യൂ ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 ഡയമെൻഷനിൽ കാണാൻ പറ്റുന്നത്. 3 ഡയമെൻഷനിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് ഈ ലെൻസിന്റെയും ഗ്ലാസിന്റെ ഇടയിലെ വോളിയം ഇറ്റ് ഈസ് കവേർഡ് ബൈ എയർ ഓർ എ തിൻ ഫിലിം ഓഫ് എയർ ഈസ് exist or filled between these 2 lens and glass plate. So ഒരു കാര്യം മനസ്സിലായി, ഇതിനിടയിൽ ഒരു തിൻ ഫിലിം ഓഫ് എയർ ഉണ്ട്. സോ when light is normally incident on this apparatus, ലൈറ്റ് നോർമലി ഇൻസിഡന്റ് ചെയ്യുകയാണ് ഈ അപ്പാരറ്റസിലേക്ക്, എന്ത് സംഭവിക്കും? ദിസ് ഈസ് എ തിൻ ഫിലിം. എന്തിനാണ് നമ്മൾ ഇത്രയും കാലം തിൻ ഫിലിം ഇന്റർഫറൻസ് പഠിച്ചതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അപ്ലിക്കേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. നൗ ഹിയർ വി ഹാവ് എ തിൻ ഫിലിം ഓഫ് എയർ. സോ എയർ വെഡ്ജ് പഠിച്ച പോലെ തന്നെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? തിൻ ഫിലിമിന്റെ
അപ്പർ ലെയർ ചെയ്യുന്ന ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യും. സിമിലർലി ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ട് തിരിച്ച് ബോട്ടം ലെയർ ചെയ്യുന്ന ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യും. ഓർ മോർ ക്ലിയർലി, when we incident monochromatic light or monochromatic light wave normally towards a Newton's rings apparatus, what happens is the top from the top part of air film there will be one part of light will be reflected, and from the bottom part of air film there will be another part of light will be reflected, and these both reflected waves, that means both reflected waves from the top and bottom part of air film get interfered and either give a dark or bright band. അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം. ലൈറ്റ് നമ്മൾ നോർമൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇവിടെ ചെറിയൊരു പാർട്ടേ എടുത്തുള്ളൂ. ലൈറ്റ് നോർമൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഒരു തിക്ക് ഗ്ലാസ് പ്ലേറ്റ് ആണ്. സോ അതിലേക്ക് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു പോയിട്ട് ഇവിടെ എയറിന്റെ ഒരു തിൻ ഫിലിം ആണ്. ഇത് പ്രൊപ്പോർഷണൽ ആയിട്ട് വരച്ച ഇമേജ് ഒന്നുമല്ല, കുറച്ചും കൂടി സൂം ചെയ്ത് വരച്ച ഇമേജ് ആണ്. സോ ഇവിടെ എയറിന്റെ ഒരു തിൻ ഫിലിം ആണുള്ളത്. ആ തിൻ ഫിലിമിന്റെ ടോപ്പ് പാർട്ട്, അതല്ലെങ്കിൽ ടോപ്പ് ബൗണ്ടറിയിൽ തട്ടി ഒരു വൺ പാർട്ട് ഓഫ് ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ്. സിമിലർലി നമ്മൾ തിൻ ഫിലിമിന്റെ കേസിൽ പഠിച്ച പോലെ തന്നെ ബോട്ടം പാർട്ട്, അതായത് ഈ ഗ്ലാസ് എയർ ഇന്റർഫേസ് ആയിട്ട് again it will be reflected, and these two, ഈ രണ്ട് റിഫ്ലക്ട് ചെയ്ത രണ്ട് വേവുകളും തമ്മിൽ ഇന്റർഫിയർ ചെയ്യും. സോ അങ്ങനെ ഇന്റർഫിയർ ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് കോൺസെപ്റ്റ് അൾട്ടർനേറ്റ്ലി ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുന്നതെന്ന് പറഞ്ഞു. സോ ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? നമുക്കറിയാം എങ്ങനെയാണ് രണ്ട് വേവ്സ് ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ഓർ ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാത്ത് ഡിഫറൻസ്. ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവുകളും തമ്മിലുള്ള പാത്ത് ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്, നമുക്കിവിടെ ഒരു പൊസിഷനിൽ ഡാർക്ക് സ്പോട്ട് ആണോ ബ്രൈറ്റ് സ്പോട്ട് ആണോ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി. സോ നൗ കൺസിഡർ ഈ ഒരു പൊസിഷൻ, അതായത് ലെൻസും ഗ്ലാസ് പ്ലേറ്റും കോണ്ടാക്ട് വരുന്ന പൊസിഷനിൽ എന്ത് സംഭവിക്കും? സോ ഈ രണ്ട് റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് വേവ്സും തമ്മിൽ വലിയ ഫേസ് ഡിഫറൻസോ പാത്ത് ഡിഫറൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അത് നെഗ്ലക്ട് ചെയ്യാം. കുറച്ചും കൂടി നമ്മൾ റേഡിയലി പുറത്തേക്ക് വരുമ്പോൾ, ഓർ വെൻ വി മൂവിങ് റേഡിയലി ഔട്ട്വാർഡ്സ് ഓർ മൂവിങ് ലെഫ്റ്റ് ഓർ റൈറ്റ് ഫ്രം ദി സെന്റർ, വാട്ട് ഹാപ്പൻസ്? We are observing the thickness of the film is increasing. അതായത് ഈ എയർ ഫിലിമിന്റെ തിക്നെസ് നമ്മൾ പുറത്തേക്ക് വരും തോറും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. വാട്ട് ഹാപ്പൻസ് വെൻ ദി തിക്നെസ് ഓഫ് ദിസ് ഫിലിം ഇൻക്രീസ്? ഈ എയർ ഫിലിമിന്റെ തിക്നെസ് കൂടുമ്പം വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുക? സോ എയർ ഫിലിമിന്റെ തിക്നെസ് കൂടുന്നു എന്നതിന്റെ അർത്ഥം ഈ ടോപ്പ് പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേവിനേക്കാളും ബോട്ടം പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേവ് ഒരു അധികം ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഓർ it want to travel an extra path length, or more clearly saying it would want to propagate an extra optical path length. So ടോപ്പ് പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവിനേക്കാളും ബോട്ടം പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവിൻ്റെ ഒരു എക്സ്ട്രാ പാത്ത് ലെങ്ത് മൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ റേഡിയലി പുറത്തേക്ക് വരുമ്പം, അല്ലെങ്കിൽ ഈ അപ്പാരറ്റസിന്റെ പുറത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, ഓർ വെൻ വി ഒബ്സർവിങ് റേഡിയലി ഔട്ട്വാർഡ്സ് ഓഫ് ദിസ് എക്യുപ്മെന്റ്, ടോപ്പ് പാർട്ട് എന്നുള്ള വേവിനേക്കാളും ബോട്ടം പാർട്ടിലെ വേവ് അധികം പാത്ത് ലെങ്ത് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ കുറച്ചും കൂടി റേഡിയലി പുറത്തേക്ക് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ചും കൂടി അധികം ഈ ബോട്ടം പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവ് ടോപ്പ് പാർട്ടിൽ റിഫ്ലക്ട് ചെയ്ത വേവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സഞ്ചരിക്കണം. ദാറ്റ് മീൻസ് the path difference between those two waves is increasing when we moving from the center or from radially outwards, center to radially outwards. So സെൻട്രൽ നിന്ന് നമ്മൾ പുറത്തേക്ക്, ഈ അപ്പാരറ്റസിന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് സീറോയിൽ നിന്ന്, ഇപ്പോൾ ഒരു പൊസിഷൻ 0 ആയിരുന്നു, ഈ 0യിൽ നിന്ന് കൂടി വരുന്നുണ്ട്. ഓർ 3 ഡയമെൻഷനിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോകണ്ട, ഈ സെൻട്രൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാലും തിക്നെസ്, എയർ ഫിലിമിന്റെ തിക്നെസ് കൂടും, അല്ലെങ്കിൽ ഈ ഗ്ലാസ് പ്ലേറ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അതിന്റെ അർത്ഥം ടോപ്പ് ആൻഡ് ബോട്ടം റിഫ്ലക്റ്റഡ് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കൂടും. സോ നമ്മൾ പറഞ്ഞു, ബേസ്ഡ് ഓൺ പാത്ത് ഡിഫറൻസ് വി ആർ സെയിങ് വെദർ കൺസ്ട്രക്റ്റീവ് ഓർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഹാപ്പൻസ്. സോ ഇവിടെ ഒരു 0 ആയിരുന്നു, ഇത് തമ്മിൽ പാത്ത് ഡിഫറൻസ് 0 ആയിരുന്നു, കാരണം കോണ്ടാക്ട് പൊസിഷൻ ആണ്, ഇവിടെ എയർ ഫിലിം ഇല്ല. കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിയുന്ന സമയത്ത് പാത്ത് ഡിഫറൻസ് വരാൻ തുടങ്ങി. അതായത് ടോപ്പ് ആൻഡ് ബോട്ടം റിഫ്ലക്റ്റഡ് വേവ്സ് തമ്മിൽ ദർ എക്സിസ്റ്റ് എ പാത്ത് ഡിഫറൻസ്, ആൻഡ് ദാറ്റ് ആക്ച്വൽ പാത്ത് ഡിഫറൻസ് λ/2 മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. അതായത് 0യിൽ നിന്ന് കൂടി, ലാംഡ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്, അത് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ, സം നാനോമീറ്റേഴ്സ് ആണ്. സോ 0യിൽ നിന്ന് കൂടി ഒരു λ/2 ആയി എന്ന് വിചാരിച്ചു ആക്ച്വൽ പാത്ത് ഡിഫറൻസ്. ഞാൻ ഈ പറയുന്ന ആക്ച്വൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ ഒക്കെ കൺസിഡർ ചെയ്തതാണ്. സോ ഇഫ് ദ ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു വേവ്സ്, അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് റിഫ്ലക്റ്റഡ് വേവ്സ് തമ്മിൽ പാത്ത് ഡിഫറൻസ് 0യിൽ നിന്ന് കൂടി ഒരു പൊസിഷൻ λ/2 ആയെന്ന് വിചാരിക്കുക.
എന്ത് പറ്റും? പാത്ത് ഡിഫറൻസ് λ/2 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സ്പോട്ട് ആണ് ഇടുന്നത്. സോ വി വിൽ ഗെറ്റ് എ ഡാർക്ക് സ്പോട്ട് ഹിയർ. സിമിലർലി ഈ λ/2 ഇവിടെ ഒരു ഡാർക്ക് സ്പോട്ട് കിട്ടി. പിന്നെ നമ്മൾ റേഡിയൽ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? തിക്നെസ് കൂടും. തിക്നെസ് കൂടുന്നതിനനുസരിച്ച് എന്താ? പാത്ത് ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കും. സോ ഈ λ/2 നിന്ന് ഇൻക്രീസ് ചെയ്യണം. സോ കുറച്ച് കഴിയുമ്പം ഈ λ/2 നിന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് ദ പാത്ത് ഡിഫറൻസ് വിൽ റീച്ച് ലാംഡ. അതായത് ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ലാംഡ ആവും. ആ സമയത്ത് എന്ത് കിട്ടും? വെൻ ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു വേവ്സ്, അതായത് ബോട്ടം പാർട്ടിൽ നിന്ന് ടോപ്പ് പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയുടെ മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബ്രൈറ്റ് സ്പോട്ട്. പിന്നെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ലാംഡയിൽ നിന്ന് കൂടി കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടി? 1.5 ലാംഡയാവും, അല്ലെങ്കിൽ it becomes 3/2 lambda. So what happens when the path difference between these two waves is 3/2 lambda? We will get a dark spot. So when moving radially outwards, we will get alternate bright and dark spots. നമ്മൾ സൈഡ് വേസിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ alternate dark and bright spots കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ how this become rings? ഈ alternate dark and bright spot എങ്ങനെയാണ് റിങ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക? അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. തിക്നെസ് ഇപ്പം വാട്ട് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓർ കളക്ഷൻ ഓഫ് പോയിന്റ്സ് വിച്ച് ഹാവ് ത്രീ സെയിം തിക്നെസ്. അതായത് എയർ വെഡ്ജിന്റെ കേസിൽ ഇപ്പോൾ 2 ഗ്ലാസ് പ്ലേറ്റ് ഒന്നിന് മേലെ ഒന്നായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. നമ്മൾ ഇവിടെ ഈ ഒരു സ്പോട്ടിൽ ഡാർക്ക് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഓൾ അലോങ് ദിസ് ലൈൻ ഡാർക്ക് ലൈൻ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് ആണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ഈ ലൈനിലെല്ലാം തിക്നെസ് സെയിം ആണ്. തിക്നെസ് സെയിം ആവുന്നതിന്റെ അർത്ഥം പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു വേവ്സ് ആർ സെയിം. സോ ലൈനിലെല്ലാം ഡാർക്ക് സ്പോട്ട് ഇടും. സോ ഇറ്റ് ബിക്കം എ ഡാർക്ക് ലൈൻ. Similarly, when viewing this three-dimensional picture of a plano-convex lens placed above a glass plate, ഈ ഒരു തിക്നെസ്സിൽ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ തിക്നെസ്, എയർ ഫിലിമിന്റെ തിക്നെസ് സം ടി, and that satisfies the condition of dark. ആ തിക്നെസ് ടി ഡാർക്കിന്റെ അല്ലെങ്കിൽ ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ആ ഒരു പൊസിഷനിൽ ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ട് ഓഫ് എയർ ഫിലിമിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ ഡാർക്ക് കിട്ടും. കൂടാതെ നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, അതായത് സെൻട്രൽ നിന്ന് ഇതൊരു റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. all along this circle the thickness of the air film will be same. നമ്മളിവിടെ ലെൻസിന് മുകളിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളുള്ള എല്ലാ പൊസിഷനിലും തിക്നെസ് സെയിം ആയിരിക്കും. കാരണം വി നോ ലെൻസ് ഈസ് സിമെട്രിക്കൽ സർക്കുലർ ഒബ്ജക്ട്. ലെൻസ് ഒരു സർക്കിൾ, പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഒരു സർക്കുലർ ഒബ്ജക്റ്റ് ആയിരിക്കും. സോ റേഡിയലി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിലെല്ലാം തിക്നെസ് സെയിം ആയിരിക്കും. അതിന്റെ അർത്ഥം തിക്നെസ് സെയിം ആണ് എന്നതിന്റെ അർത്ഥം path difference between top and bottom reflected waves will be same. That means if this position satisfies the condition for dark, then all points in the circle will obey or satisfies the condition for dark, and we will get a dark ring. നമുക്ക് ഒരു dark ring കിട്ടും. So when moving radially outwards, we will get alternate. കുറച്ച് കഴിയുമ്പം ബ്രൈറ്റിന്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ഈ ഒരു സർക്കിളിൽ മൊത്തം നമുക്ക് ലൈറ്റ് കിട്ടും, അല്ലെങ്കിൽ ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. സോ ഇറ്റ് വിൽ ബിക്കം എ ബ്രൈറ്റ് റിംഗ്. സോ when radially moving outward from the center of this plano-convex lens, we will get alternate dark and bright rings, and that is called, അതിനെ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് റിങ്സ് എന്ന്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ ന്യൂട്ടൺസ് റിങ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഒബ്സർവ് ചെയ്യാനുള്ള അതിന്റെ പിന്നിലെ ഫിസിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഇനി കുറച്ചും കൂടി അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അനലോഗിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു സെൻട്രൽ നിന്ന് തുടങ്ങി നമുക്ക് ഒന്നാമത്തെ ഡാർക്ക് റിങ് കിട്ടി, അത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് റിങ് കിട്ടി, പിന്നെ 2, 3, അങ്ങനെ നമ്മൾ ഡാർക്ക് റിങ് എണ്ണുവാണെന്ന് വിചാരിച്ചു. സോ നൗ വി വാണ്ട് ടു മെഷർ. നമുക്കറിയണം, അതായത് ഈ സെൻട്രലിൽ നിന്ന് ഒരു 5ാമത്തെ ഡാർക്ക് റിങ്ങിലേക്കുള്ള ദൂരം. ഇത് കോൺസെൻട്രിക് സർക്കിൾ ആണല്ലോ പറഞ്ഞത്, കോൺസെൻട്രിക് റിങ്സ് ആണെന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഒരു സെന്ററിൽ ബേസ് ചെയ്തിട്ടുള്ള സർക്കിൾസ് ആണ് എല്ലാം. ഇപ്പൊ ഡാർക്ക് റിങ്ങിനാണെങ്കിൽ ഈ ഒരു സെന്ററിൽ ബേസ് ചെയ്തിട്ടുള്ള ഡാർക്ക് റിങ്സ് ആണ്. സോ ഇഫ് യു വാണ്ട് ടു മെഷർ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് 5th ഡാർക്ക് റിംഗ് അല്ലെങ്കിൽ 6th ഡാർക്ക് റിംഗ് എന്ന് മെഷർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ വി ക്യാൻ ഡിറൈവ് ആൻ ഇക്വേഷൻ വിച്ച് ഗീവ്സ് ദ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ്. nth ഡാർക്ക് റിംഗ് അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ട് nth ഡാർക്ക് റിംഗിന്റെ nth എന്ന് പറയുമ്പോൾ n എന്ന് പറയുമ്പോൾ ഒരു ആർബിട്രറി നമ്പർ ആണ്. സോ നമ്മൾ ജസ്റ്റ് ഒരു nth ഡാർക്ക് റിംഗിന്റെ, അതായത് ഇവിടെ 1, 2, 3, 4, 5, 6, ഇവിടെ ഒരു nth ഡാർക്ക് റിംഗ് ആണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ nth ഡാർക്ക് റിംഗിന്റെ റേഡിയസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ സെന്ററിൽ നിന്ന് ആ ഡാർക്ക് റിംഗ് ഒബ്സർവ് ചെയ്ത പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതാണല്ലോ റേഡിയസ് എന്ന് പറയുന്നത്. സോ വി ആർ നൗ ഗോയിങ് ടു ഡിറൈവ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ്. സോ അതിനുവേണ്ടി നേരത്തെ നമ്മൾ വരച്ച സൈഡ് വ്യൂ തന്നെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വരച്ചൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണിത്. ഓക്കെ,
ദിസ് പോയിന്റ് ഇസ് സി, ഈ പോയിന്റ് സി ആണ്, അല്ലെങ്കിൽ ഇത് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. വാട്ട് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ? അതായത് അസ്യൂം ചെയ്യുക, ഈ തന്നിരിക്കുന്ന പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബൗളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്പിയറിന്റെ അടിഭാഗം മുറിച്ചെടുത്താന്ന് വിചാരിക്കുക. നമുക്കൊരു ഗ്ലാസ് ബൗൾ ഉണ്ട്. കൺസിഡർ ദാറ്റ് ഈ തന്നിരിക്കുന്ന പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഒരു അടിഭാഗം മുറിച്ചെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ? ഈ ഒരു സ്പിയറിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്റർ എന്തായിരിക്കും? സോ ആ സെന്റർ, അപ്പൊ ഈ ആ സെന്റർ ആണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സി. അതായത് ഈ സർക്കിൾ അതേപോലെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി സെന്റർ? അതാണ് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദിസ് കർവ്. ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഇതിന്റെ കോൺവെക്സ് പാർട്ട് ഉണ്ടാക്കുന്ന കർവിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ് ഈ പോയിന്റ് സി. സിമിലർലി വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് വൺ ഓഫ് ദി എൻഡ്സിലേക്ക്, അതായത് ഈ കർവിലേക്കുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. So now we assume that this position B, അല്ലെങ്കിൽ ഈ ലെൻസിലെ ബി എന്ന പൊസിഷനിൽ നമുക്ക് ഡാർക്ക് സ്പോട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡാർക്ക് റിംഗ് ആണ് കിട്ടുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓർ വി ആർ അസ്യൂമിങ് ദാറ്റ് തിക്നെസ് അറ്റ് ദിസ് പൊസിഷൻ വിൽ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്. ഇവിടെയുള്ള തിക്നെസ് ടി ഇവിടെ ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കരുതുക. സോ ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ് എ ഡാർക്ക് റിംഗ് ആൻഡ് ദാറ്റ് പൊസിഷൻ ഈസ് ബി. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആ പൊസിഷനും തമ്മിലുള്ള, അതായത് ഇവിടെയാണ് ഡാർക്ക് റിംഗ് കിട്ടുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന പോയിന്റിലേക്ക്, അതായത് നമ്മൾ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ബിയും ഈ പോയിന്റ് സിയും ഒക്കെ സെയിം ആയിട്ടാണ് കാണുക. നോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ബി? സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. സിമിലർലി പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ സെന്ററിലേക്ക് ഈ ഡാർക്ക് റിംഗിന്റെ ദൂരമാണ് ആർ എൻ. ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ഡാർക്ക് റിംഗ്. nth ഡാർക്ക് റിംഗിന്റെ nth ഡാർക്ക് റിംഗ് ആണ് ഇവിടെ നമ്മൾ കാണുന്നതെങ്കിൽ nth ഡാർക്ക് റിംഗിന്റെ റേഡിയസ് ആണ് ആർ എൻ എന്നുള്ളത്. സിമിലർലി ദിസ് ഈസ് ദ തിക്നെസ് ഓഫ് എയർ ഫിലിം. ഇവിടെ എയർ ആണല്ലോ ഈ വോളിയം കവർ ചെയ്യുന്നത്. ഈ എയർ ഫിലിമിന്റെ തിക്നെസ് ആണ് ഈ ടി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ടി ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെ ഒരു ഡാർക്ക് റിംഗ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ടി ആണ്. നൗ വാട്ട് ഈസ് ദിസ്? ഇപ്പൊ ഇതൊരു എച്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ പോയിന്റ് എച്ച് ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് സി എച്ച്? നമുക്കറിയാം, ഇപ്പോൾ ഈ പോയിന്റ് ഒ ആണെങ്കിൽ സി ഒ എന്ന് പറയുന്ന പോയിന്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് കർവിന്റെ അറ്റത്തേക്കുള്ള ലൈനാണ്. സോ ഇറ്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ, ടോട്ടൽ ഡിസ്റ്റൻസ് ആർ. നൗ ദിസ് ഡിസ്റ്റൻസ് ഈസ് ടി ബിക്കോസ് ഇത് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. സോ ഇത് ടി ആണെങ്കിൽ ഇത് എന്തായാലും ഇറ്റ് വിൽ ബി ഓൾസോ ടി. സോ ദിസ് ഡിസ്റ്റൻസ് സി എച്ച് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ടി. ഓക്കെ, നൗ ടേക്ക് ദ ട്രയാങ്കിൾ ബി സി എച്ച്. ഇപ്പോൾ ടേക്ക് ദ ട്രയാങ്കിൾ ബി സി എച്ച് എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. അപ്ലൈ പൈത്തഗോറസ് തിയറം. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള സാധനമാണ് പൈത്തഗോറസ് തിയറം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് തിയറം അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് ഹൈപ്പോട്ടനസ് തിയറം ഇൻ ദ കേസ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സി ബി എച്ച് എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സി ബി സ്ക്വയർ ഈക്വൽ ടു സി എച്ച് സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ, അതല്ലേ? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ദിസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ദിസ് സി എച്ച് സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ. അത് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സി ബി. സി ബി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. സോ ആർ സ്ക്വയർ ഈക്വൽ ടു സി എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആർ മൈനസ് ടി സ്ക്വയർ. ആർ മൈനസ് ടി സ്ക്വയർ പ്ലസ് ബി എച്ചിന് പകരം റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ്. സോ ആർ എൻ സ്ക്വയർ. നൗ expand this squared number. So r square equal to r square plus t square a minus b whole square അറിയാലോ, minus 2rt plus rn square. Now we assume that this t is very small. നമ്മൾ പറഞ്ഞല്ലോ എയർ ക്രിയേറ്റ് ചെയ്യുന്ന വളരെ തിൻ ഫിലിം ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പോലെയല്ല, ഇൻ റിയൽ കേസ് എയറിന്റെ ഒരു തിൻ ഫിലിം ആയിരിക്കും ഇതിന് ഗ്ലാസ് പ്ലേറ്റിന്റെയും പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ ഇടയിൽ ഉണ്ടാവും. സോ നൗ അസ്യൂം ദാറ്റ് t is very small. അതുകൊണ്ട് തന്നെ we can neglect the terms containing t square. ഓക്കെ, ടി വളരെ ചെറുതായതുകൊണ്ട് തന്നെ ടി സ്ക്വയർ എന്ന ടേം ഈ എക്സ്പ്രഷനിൽ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കൂടാതെ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യുന്ന മറ്റൊരു കാര്യം ആർ സ്ക്വയറും ഇക്വേഷൻ രണ്ട് ഭാഗത്തുനിന്നും കട്ട് ചെയ്തു. സോ നൗ വി ഗെറ്റ് ആൻഡ് മൈനസ് 2rt ഇക്വേഷന്റെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകുക. നൗ വി ഗെറ്റ്, സോ ടി സ്ക്വയർ നെഗ്ലക്ട് ചെയ്തു, 2rt ഈസ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ ഓർ 2t ഈസ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ ബൈ ആർ. ഓക്കെ, ഇത്രയും കാര്യം ചെയ്താൽ മനസ്സിലായല്ലോ. അതായത് ഈ ഫിഗറിന്റെ ജോമെട്രി വെച്ച് നമ്മൾ ഈ ട്രയാങ്കിൾ സി ബി എച്ചിന് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ആർ മൈനസ് ടി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു, ആർ സ്ക്വയറും കട്ട് ചെയ്തു, അസ്യൂം ചെയ്തു
t വളരെ ചെറുതാണെന്ന് അസ്യൂം ചെയ്തു. സോ വി ക്യാൻ നെഗ്ലെക്ട് ദ ടേംസ് കണ്ടെയ്നിങ് t സ്ക്വയർ. സോ ആഫ്റ്റർ സിംപ്ലിഫൈങ് ദിസ് വി ഗെറ്റ് 2t is equal to rn square by r. ഈ ഇക്വേഷനിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ r ഈ rn സ്ക്വയർ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് കണ്ടീഷൻ ഈസ്, ഇനി അടുത്ത കണ്ടീഷൻ എടുക്കുക. കൺസിഡർ ദിസ് പൊസിഷൻ, ഈ പൊസിഷൻ സി ബി, ഒരു സി ബി ഡി എന്ന പൊസിഷൻ, അല്ലെങ്കിൽ ബി ഡി എന്നൊരു തിൻ ലെയർ എടുക്കുക. ഇത് എയറിന്റെ ഒരു തിൻ ഫിലിം ആണെന്ന് പറഞ്ഞല്ലോ. സോ and we also said that this T thickness satisfies the condition for darkness. So if the thin film here, ഈ ബി ഡി എന്ന് പറയുന്ന ഈ ചെറിയ പാർട്ടിന് തിക്നെസ് ടി ഉള്ളൊരു തിൻ ഫിലിം ആയിട്ട് എടുക്കുക. അതായത് നമ്മൾ തിൻ ഫിലിമിന്റെ കേസിൽ നമ്മൾ തിക്നെസ് കോൺസ്റ്റന്റ് ആണ് എടുത്തത്. സോ നമ്മൾ ഈ ചെറിയൊരു പാർട്ടിനെ തിക്നെസ് ടി ഉള്ളൊരു തിൻ ഫിലിമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഡാർക്ക് റിങ്, ഒരു ഡാർക്ക് സ്പോട്ടാണ് കിട്ടുന്നത്. സോ തിക്നെസ് ടി ഉള്ളൊരു തിൻ ഫിലിമിന് ഡാർക്ക് സ്പോട്ട് കിട്ടണമെങ്കിൽ അത് ഏത് ലോ സാറ്റിസ്ഫൈ ചെയ്യണം? അത് കോസൈൻ ലോ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ഇൻ ദ കേസ് ഓഫ് തിൻ ഫിലിം സാറ്റിസ്ഫൈ ചെയ്യണം. വാട്ട് ഈസ് കോസൈൻ ലോ, അല്ലെങ്കിൽ കണ്ടീഷൻ തിൻ ഫിലിമിന്റെ കേസിലെ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് എന്താണ്? വി നോ ദാറ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലോ ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് 2 mu t cos r equal to n lambda. അതായത് ഒരു ടി തിക്നെസ് ഉള്ള മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു തിൻ ഫിലിമിൽ കോസ് ആർ, അതായത് ആർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഇൻസിഡന്റ് വേവ് ഒരു പൊസിഷനിൽ ഇന്റർഫിയർ ചെയ്യുമ്പോൾ, അല്ലാതെ ടോപ്പ് ആൻഡ് ബോട്ടം വേവ്സ് റിഫ്ലക്ട്, തിൻ ഫിലിമിന്റെ കേസിൽ റിഫ്ലക്ട് ചെയ്തൊരു പൊസിഷനിൽ ഡാർക്ക് റിങ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് കിട്ടാനുള്ള കണ്ടീഷനാണ് കൊസൈൻ ലോ. നൗ ഇഫ് നമുക്ക് സിയിലോ ബിയിലോ ഒരു ഡാർക്ക് സ്പോട്ട് കിട്ടണമെങ്കിൽ ഈ ടി തിക്നെസ് ഉള്ള ഈ ചെറിയൊരു തിൻ ഫിലിമിന്റെ കേസിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നൗ ഹിയർ മ്യൂ ഈസ് ഈക്വൽ ടു 1. ഈ തിൻ ഫിലിമിന്റെ കേസിൽ ദിസ് ഈസ് എ എയർ ഫിലിം, അതായത് എയർ ഉണ്ടാക്കിയൊരു തിൻ ഫിലിമാണ്. സോ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? 1 ആണ്. സിമിലർലി വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഹിയർ? ഇവിടെയുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയി കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 0 or cos r equal to cos 0 which is equal to 1. Cos r equal to 1. Now we can simplify this equation. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട് we can write 2t is equal to n lambda which is the condition for darkness. അതായത് ഈ ഒരു പൊസിഷനിൽ, ബി എന്നൊരു പൊസിഷനിൽ ഡാർക്ക് റിങ് കിട്ടാനുള്ള കണ്ടീഷനാണ് 2t is equal to n lambda and it is derived from cosine law. Now compare these two equations. ഈ രണ്ട് ഇക്വേഷൻ ഇപ്പോൾ കമ്പയർ ചെയ്യാം. Now compare these two equations. Here 2t is equal to n lambda. Here we have 2t is equal to rn square by r. So we can directly write n lambda is equal to rn square by r, or rn square equal to rn lambda, or radius of nth dark ring equal to root of r n lambda. So now we get what is the radius of nth dark ring in the terms of radius of curvature of lens and the order. നമ്മൾ എത്രാമത്തെ റിങ്ങിന്റെ റേഡിയസ് ആണ് മെഷർ ചെയ്യുന്ന ആ ഓർഡറും കൂടാതെ വേവ് ലെങ്ത്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു അഞ്ചാമത്തെ ഡാർക്ക് ന്യൂട്ടൺസ് റിങ്ങിന്റെ കേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു അഞ്ചാമത്തെ റിങ്ങിന്റെ റേഡിയസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ, ലെൻസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ മെത്തേഡ്, മറ്റു പല മെത്തേഡുകളുണ്ട്. സോ നമുക്കതറിയാമെങ്കിൽ നമ്മളിപ്പോൾ അഞ്ചാമത്തെ ആണെങ്കിൽ n equal to 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേവ് ലെങ്ത് നമുക്കറിയാം, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് നമുക്കറിയാമെങ്കിൽ വി വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ റേഡിയസ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് ന്യൂട്ടൺസ് റിങ്ങിന്റെ കേസ്, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത ഇത്രാമത്തെ അല്ലെങ്കിൽ nth ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺസ് റിങ്സിന്റെ കേസിൽ nth ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കേസ് അസ്യൂം ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഈ വോളിയം കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്ലേനോ കോൺവെക്സ് ലെൻസും ഗ്ലാസ് പ്ലേറ്റും ന്റെയും ഇടയ്ക്കുള്ള വോളിയം കവർ ചെയ്യുന്നത് എയർ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എയർ ഫിലിം ആണെന്ന് പറഞ്ഞു. Now if we consider that in that volume is covered with some other medium, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയം ആണ് അത് കവർ ചെയ്യുന്നത്. കൺസിഡർ ഇപ്പോൾ ഓയിൽ വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ് കവർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. then what happened? സോ ഒരു മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയം ആണ് ഈ വോളിയത്തിലുള്ളതെങ്കിൽ now also here that medium also will create a thin film. ആ മീഡിയം ഒരു thin film ക്രിയേറ്റ് ചെയ്യും. now also we will get Newton's ring.
അപ്പോൾ നമുക്ക് ന്യൂട്രൺസ് റിംഗ് കിട്ടും. കാരണം ഇന്റർഫറൻസ് നടക്കുമല്ലോ, ഇന്റർഫറൻസ് മീഡിയ ഒരു പ്രശ്നമാണ്. സോ now we will get interference pattern or Newton's rings, but the radius of the nth dark, അതിൽ കാണുന്ന ഡാർക്ക് alternate dark and bright fringesന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സർക്കിൾ, റേഡിയസ് വ്യത്യാസമായിരിക്കും. when compared to the Newton's rings we get when there is air film, എയർ ഉണ്ടാകുന്ന സമയത്ത് കിട്ടുന്ന ന്യൂട്ടൺസ് റിങ്സിന്റെ റേഡിയസ് ആയിരിക്കില്ല വേറെ എന്തെങ്കിലും മീഡിയം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ അസ്യൂം ചെയ്യാം മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയമാണ് ഈ വോളിയം കവർ ചെയ്യുന്നതെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സച്ച് നമ്മൾ അപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ന്യൂട്ടൺസ് റിംഗിന്റെ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത ജോമെട്രിയിൽ ഈ ഇക്വേഷൻ ഒരു മാറ്റവും വരുത്തണ്ട. കാരണം അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മ്യൂവിന് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. സോ നൗ വി ഗോ ടു ദിസ് കണ്ടീഷൻ. ഈ തിക്നെസ് ടി ഉള്ള പൊസിഷനിൽ ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷനിൽ പോയി ആ ഇക്വേഷനിൽ അല്ലെങ്കിൽ കൊസൈൻ ലോയിൽ അല്ലെ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ഇൻ കേസ് ഓഫ് തിൻ ഫിലിമിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നൗ നമ്മൾ നേരത്തെ കേസിൽ എയർ ഫിലിമിന്റെ കേസിൽ എന്താ എഴുതാം, മ്യൂ ഈക്വൽ ടു 1 അസ്യൂം ചെയ്തു. നൗ നമ്മൾ മ്യൂ ഈസ് ഈക്വൽ ടു 1 അസ്യൂം ചെയ്യുന്നില്ല, കോസാർ ഈക്വൽ ടു 1 ആണ്, കാരണം നോർമൽ ഇൻസിഡൻസ് തന്നെയാണ്. സോ വി റൈറ്റ് ദാറ്റ് 2 mu t. Now the equation is given by 2 mu t is equal to m lambda or 2t is equal to n lambda by mu. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ് പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെയും ഗ്ലാസ് പ്ലേറ്റിന്റെ ഇടയിലുള്ള തിൻ ഫിലിം ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതാണ് അങ്ങനെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയം കൺസിഡർ ഓയിലാണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഇഫ് യു ഡിപ്പ് ദ വോൾ അപ്പാരറ്റസ് ഇൻ വാട്ടർ, നമ്മൾ മൊത്തം വെള്ളത്തിൽ കൊണ്ട് ഇത് മുക്കി വെക്കുകയാണെന്ന് വിചാരിച്ചു. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് ഫിൽഡ് ബൈ വാട്ടർ, ദിസ് ഗ്യാപ്പ് ഈസ് ഫിൽഡ് ബൈ വാട്ടർ. വാട്ട് ഹാപ്പൻസ് നൗ വി ഗെറ്റ് ദി കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് for at a position where the thickness is t as 2t is equal to n lambda by mu. Now compare this equation 1 and this equation 3. Equation 1 and equation 3 compare either, what we will get? We will get that Rn square by r equal to n lambda by mu, or Rn square equal to Rn lambda by mu, or Rn radius of nth dark ring equal to root of Rn by mu. അതുകൊണ്ട് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയം ന്യൂട്ടൺസ് റിംഗ്സ് അപ്പാരറ്റസിലെ വോളിയം ഫില്ല് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ in that condition the radius of nth dark ring of the Newton's rings is given by root of Rn by lambda by mu. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എയറിന്റെ കേസിലെ കാര്യം പറയാം. എയറിന്റെ കേസിൽ എന്താ മ്യൂ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. when mu equal to 1 this Rn or the radius of nth dark ring equal to Rn lambda. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂട്ടൺസ് റിംഗ് അപ്പാരറ്റസിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പം റിങ്സ് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിങ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് nth ഡാർക്ക് റിംഗ്, ഒരു ആർബിട്രറി ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് എങ്ങനെ നമുക്ക് ഇൻ ദ ടേംസ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ആൻഡ് ഓർഡർ ഓഫ് ദി റിംഗ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. ഇതെന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ന്യൂട്ടൺസ് റിംഗിന്റെ. നമ്മൾ ചെയ്യുന്നുണ്ട് ന്യൂട്ടൺസ് റിംഗ്സ് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു മൈക്രോസ്കോപ്പ് ആണ്. സോ നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നേരിട്ട് ഡയറക്ട്ലി മുകളിൽ നിന്ന് ഇൻസിഡന്റ് ചെയ്യുകയല്ല. വി പ്ലേസ് എ സോഴ്സ് വിച്ച് ഇസ് ഹൊറിസോണ്ടലി നമ്മൾ സോഴ്സ് പ്ലേസ് ചെയ്യും. ഇവിടെ ഹൊറിസോണ്ടലായിട്ട് 45 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ഗ്ലാസ് പ്ലേറ്റ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യും. സോ when the monochromatic light from this source is get reflected on this glass plate and it create normal light waves towards the Newton's rings apparatus. അതായത് ന്യൂട്ടൺസ് റിംഗ്സ് അപ്പാരറ്റസിൽ നോർമൽ ആയിട്ട് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാൻ ഇങ്ങനെ 45 ഡിഗ്രി ചെരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റ് കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്ന സമയത്ത് ഈ നോർമലായിട്ട് ഈ ലൈറ്റ് വേവ് ന്യൂട്ടൺസ് റിംഗ്സ് അപ്പാരറ്റസിനെ ഇൻസിഡന്റ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് വെൻ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഇൻസിഡന്റ് ഓൺ ന്യൂട്ടൺസ് റിംഗ്സ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ന്യൂട്ടൺസ് റിംഗ്സ് അറേഞ്ച്മെന്റിൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്തെന്ന് സംഭവിക്കും. വി വിൽ ഒബ്സർവ് ന്യൂട്ടൺസ് റിംഗ്സ്. പക്ഷേ നമ്മൾ വെറുതെ കണ്ടുകൊണ്ട് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യമില്ല ന്യൂട്ടൺസ് റിംഗ്സ്. സോ വി യൂസ് എ മൈക്രോസ്കോപ്പ്. നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇത് ന്യൂട്ടൺസ് റിംഗ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ മൈക്രോസ്കോപ്പിൽ നമ്മുടെ ക്രോസ് വയർ ഒക്കെ മൂവ് ചെയ്ത് ക്രോസ് വയർ നമ്മൾ അതായത് നമുക്ക് ന്യൂട്ടൺസ് റിംഗ്സ് ഒരുപാട് ഡാർക്ക് റിംഗ്സ് കാണും. സോ നമ്മൾ അതിന്റെ ക്രോസ് വയർ ഒക്കെ ഓരോ റിംഗിൽ കൊണ്ട് വെക്കും. എന്നിട്ട് അതിന്റെ വാല്യൂ എഴുതിയെടുക്കും, മൈക്രോസ്കോപ്പ് റീഡിങ് എഴുതിയെടുക്കും. അതുപോലെ അടുത്ത
ഇതിൽ കൊണ്ടുവെക്കും, അതിൻ്റെ വാല്യൂ എഴുതി വെക്കും. എന്നിട്ട് ഈ വാല്യൂ ഒക്കെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയമീറ്റർ ഒക്കെ കിട്ടും. എന്ത്? ന്യൂട്ടൺസ് റിങ്സിൻ്റെ ഡയമീറ്റർ ഒക്കെ. അതായത് എത്രാമത്തെ, ഇപ്പോൾ മൂന്നാമത്തെ ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് നമ്മൾ സഞ്ചരിച്ച് മൂന്നാമത്തെ റിങ്ങിൽ വെക്കുക, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് റൈറ്റിലേക്ക് സഞ്ചരിച്ച് മൂന്നാമത്തെ റിങ്ങിൽ കൊണ്ട് നമുക്ക് നമ്മുടെ ക്രോസ് വയർ പ്ലേസ് ചെയ്യുക. ആൻഡ് സബ്സ്ട്രാക്ട് ദ വാല്യൂ വിച്ച് വി റീഡ് ഇൻ ദ മൈക്രോസ്കോപ്പ്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ്, ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പം ന്യൂട്ടൺസ് റിങ്ങിന്റെ തിയറി പറഞ്ഞു. ഇനി we are now going to the first application of Newton's ring. Newton's rings in the first application we can measure wavelength. നമ്മൾ പറഞ്ഞല്ലോ, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് നോർമലായിട്ട് ന്യൂട്ടൺസ് റിംഗ് അപ്പാരറ്റസിൽ അല്ലെങ്കിൽ അറേഞ്ച്മെന്റിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ന്യൂട്ടൺസ് റിങ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അങ്ങനെ ആ ന്യൂട്ടൺസ് റിങ്സിന്റെ പ്രോപ്പർട്ടീസ് വെച്ച്, അല്ലെങ്കിൽ ആ ന്യൂട്ടൺസ് റിങ്സിന്റെ ഡയമീറ്റർ ആൻഡ് റേഡിയസ് വെച്ച് we can predict the value of the wavelength. നമ്മൾ യൂസ് ചെയ്ത മോണോക്രോമാറ്റിക് സോഴ്സിന്റെ വേവ് ലെങ്ത് നമുക്ക് predict ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? സോ we know that radius of nth dark ring is given by root of Rn lambda, or Rn square is given by Rn lambda. That means dn square, or the diameter of nth dark ring, is related to this wavelength as 4Rn lambda. അതെങ്ങനെയാണ് വരുന്നത്? കാരണം നമുക്കറിയാം എന്ത്? Rn is equal to dn by 2, diameter by 2 ആണല്ലേ റേഡിയസ്. സോ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് Rnന്റെ ഭാഗത്ത് dn by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് dn by 2 whole square, that will gives dn square by 4 equal to Rn lambda വരും. So at last it will give dn square equal to 4 Rn lambda, and this is the diameter of nth dark ring. Nth dark ring in the diameter ആണ് ഈ 4Rn lambda. Similarly, what is the diameter of n plus kth dark ring? n plus kth dark ringന്റെ ഡയമീറ്റർ എത്രയായിരിക്കും? n plus kth dark ringന്റെ ഡയമീറ്റർ അറിയണമെങ്കിൽ n plus kth dark ring എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ D1, N1 ആണെങ്കിൽ D1ന്റെ ഡയമീറ്റർ, ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ ഡയമീറ്റർ എടുത്തു, ഒരു K എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. സോ dn plus kth എന്ന് പറയുന്നത് D1 plus 3, അല്ലെങ്കിൽ D4, നാലാമത്തെ ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് ദ n plus kth ഡാർക്ക് റിങ് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? നൗ പുട്ട് n plus k in this equation. That means dn plus k square equal to 4R n plus k into lambda. This is equation 1, this is equation 2. Now subtract this equation 2 from equation 1. Equation 2 and equation 1 subtract ചെയ്തു കഴിഞ്ഞാൽ we will get dn plus k square minus dn square equal to, ഈ ടേംസ് ഒക്കെ കോമൺ ആണ്, അതായത് 4R lambda കോമൺ ആണ്, into n plus k minus n. We will get 4R lambda k. That means now we will get dn plus k square minus dn square is equal to 4kr lambda, or lambda, which is the wavelength of monochromatic source we used. നമ്മൾ യൂസ് ചെയ്ത മോണോക്രോമാറ്റിക് സോഴ്സിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ dn plus k square minus dn square minus 4kr. So this is the equation to find the wavelength of light we used in the case of Newton's rings apparatus. Newton's rings arrangemental നമ്മൾ യൂസ് ചെയ്ത വേവ് ലെങ്ത് നമുക്ക് എക്സ്പെരിമെന്റിൽ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. സോ നമ്മൾ സാധാരണ എടുക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ n എന്ന് പറയുന്നത് ഒരു 10 ആണെന്ന് വിചാരിക്കാം. അപ്പൊ dn എന്ന് പറയുന്നത്, വാട്ട് ഈസ് dn? dn എന്ന് പറയുന്നത് 10th ഡാർക്ക് റിങ്ങിന്റെ ഡയമീറ്റർ ആയിരിക്കും. സിമിലർലി dn plus k എന്ന് പറയുന്നത് എന്താണ്? k ഇപ്പം ഒരു 5 ആണെന്ന് വിചാരിക്കാം. ഇഫ് k is 5, what is dn plus k? That is d10 plus 5, that is d15. അതായത് 15ാമത്തെ ഡാർക്ക് റിങ്ങിന്റെ ഡയമീറ്റർ ആണ്. സോ വി ക്യാൻ റൈറ്റ്, അപ്പോൾ ഈ നമ്മളെ ഇക്വേഷൻ എന്തോ, ലാംഡ ഈസ് ഈക്വൽ ടു d15 സ്ക്വയർ മൈനസ് d10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു വാട്ട് ഈസ് k ഹിയർ? k നമ്മളെടുത്ത് 5 ആണ്. 4 into 5 into what is the radius of curvature of lens R. സോ ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റിന്റെ കേസിൽ, അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സെറ്റ് എടുക്കുന്നു. അത് ആദ്യം ഇപ്പോൾ നമ്മളിവിടെ
10ഉം 15ഉം എടുത്തു. അത് കഴിയുമ്പോൾ നമ്മൾ 11ഉം 16ഉം കൊടുക്കും. അത് കഴിഞ്ഞ് 12ഉം 17ഉം കൊടുക്കും. സോ കെയുടെ വാല്യൂ 5 മാറാതെ നമ്മൾ ഓരോ സെറ്റ് എടുത്തിട്ട് വി വിൽ ഗെറ്റ് എ മീൻ വേവ് ലെങ്ത്. നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച് നമുക്ക് മീൻ വേവ് ലെങ്ത് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺ സ്ട്രെങ്ത് എക്സ്പെരിമെന്റ്. ഇനി വരുന്ന അപ്ലിക്കേഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, എങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ഡൗട്ട് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 17 18 17 19 20 21 22 23 24 25 26 27 29 30 31 32 33 34 35 36 38 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 ഓക്കെ, ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്തത് 28 ഫാത്തിമത്തുൽ ഷിബിലിയ. അവിടെ പ്രസന്റ് അല്ലല്ലോ? ഓക്കെ, താങ്ക് യു.